Hi. See, um, as a child, we always had some dreams, right? Some of us want to be someone like a doctor, or I want to be like this guy or that guy. We had some ambitions, right? അങ്ങനെ ഒരാൾ തന്നെയാണ് ഞാൻ. ഓക്കെ, നമ്മളെ ചെറുപ്പകാലം വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ നമ്മുടെ അടുത്ത് ടീച്ചർമാർ, അമ്മമാർ, പിന്നെ റിലേറ്റീവ്സോ അച്ഛനോ ആരൊക്കെയോ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കും, വലുതാകുമ്പോൾ ആരാവണ്ടേൻ്റെ മോന്. ഞാൻ പറയും, നമുക്കൊക്കെ അന്ന് ആരൊക്കെയോ ടീച്ചർമാർ ഇതൊക്കെ പഠിപ്പിച്ചത്, ചിലവരൊക്കെ പഠിപ്പിച്ചു. അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ തലയിൽ കുത്തി കയറ്റി വെച്ചാൽ ഡോക്ടർ, എൻജിനീയർ, പിന്നെ വിമാനം കാണുന്നതിൻ്റെ ഇടയിൽ പൈലറ്റ്, ഇമാതിരി താരങ്ങളാക്കി രണ്ടുപേരും അന്ന് കുത്തിക്കരി വെച്ചക്കാർ. പിന്നെ അത് പ്രായമാകും തോറും, അതായത് 1ാം ക്ലാസ്, അങ്ങനെ 4ാം ക്ലാസ്, LP, UP, ഹൈസ്കൂൾ, അങ്ങനെ ആകും തോറും മാറി മാറി വരാൻ തുടങ്ങി. എന്താകണം, എന്ത് പഠിക്കണം, ഇതൊക്കെ മാറാൻ തുടങ്ങി. ബട്ട് ആസ് എ ചൈൽഡ് ഐ യൂസ് ടു ബി ആൻ അത്ലീറ്റ്. ഓക്കെ, അന്നും ഞാൻ ഓട്ടം, ചാട്ടം ഇങ്ങനത്തെ സാധനത്തിൽ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം വൃത്തിക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്പോർട്സ് ഐ ഓൾവേസ് ലവ് ഇറ്റ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നോ മാറ്റർ വാട്ട് ദ സ്പോർട്ട് ഈസ്. ക്രിക്കറ്റായിരുന്നു എനിക്ക് ആദ്യത്തെ ഗെയിം ഇഷ്ടപ്പെട്ടത്. ലേറ്റർ ഇറ്റ് ടേൺ ടു ബി ഫുട്ബോൾ, ലേറ്റർ ഇറ്റ് ടേൺ ടു കൊക്കോ, ലേറ്റർ ഇറ്റ് ടേൺ ടു വോളിബോൾ. എക്സ്പ്ലോർ ചെയ്യാണ് നമ്മൾ. ഞാനൊക്കെ എക്സ്പ്ലോറിങ് സ്റ്റേജിലായിരുന്നു. എല്ലാ ഗെയിംസും എല്ലാ സ്പോർട്സും എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, ടോപ്പിക്കിന് തോന്നുന്നുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഈ അത്ലറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആരും, ഈവൻ ഒരു ടീച്ചറോ എൻ്റെ അമ്മയോ എൻ്റെ അച്ഛനോ ആരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, യു ആർ എ ഗുഡ് അത്ലറ്റ്. ഓക്കെ, യു ക്യാൻ പെർസ്യൂ ദിസ് ആസ് എ കരിയർ, യു ക്യാൻ represent your nation in the Olympics or world champs. അങ്ങനെ ആരും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് പറയാണ്, യു ആർ എ ഗുഡ് അത്ലറ്റ്, നീ പോയി നീ ട്രൈ ചെയ്ത് നോക്കടാ എന്ന് ഒരാളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ഒരു ഏജിൽ ഞാനിപ്പോൾ എവിടെ ഇരുന്നാണ് ഞാനൊക്കെ ചിന്തിച്ച് നോക്കാറുണ്ട്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. എൻ്റേതായിട്ടുള്ള സെൽഫ് ടൈം ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ചുമ്മാ ചിന്തിക്കും, നല്ല രസമല്ലേ, എനിക്ക് ചിന്തിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ വേറെ കുറച്ച് ഡ്രീംസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് റൊണാൾഡോനെ കാണാമെന്ന് പറയണത്, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളെ ഇൻസ്പയർ ചെയ്യണ ഇൻഡിവിജ്വലിനെ കാണാൻ പോകണം എന്ന് പറയുക, അല്ലെങ്കിൽ സെർട്ടൻ സ്റ്റേറ്റ് പോയി വിസിറ്റ് ചെയ്യുക, സെർട്ടൻ സ്പോട്ട്, സെർട്ടൻ ഫുഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ആ ടൈപ്പ് ഓഫ് സംഭവം. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുക, എല്ലാം എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഫ്ലൈറ്റിൽ കയറുമ്പോൾ എന്തുണ്ടാവുക, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, അത് പൊട്ടിത്തെറിക്കുമോ? ലൈക്ക് നമ്മളിപ്പോൾ കുറേ ആൾക്കാരോട് ചോദിക്കും. ആസ് എ ചൈൽഡ് ഐ വാസ് ക്യൂരിയസ്. ഐ ഹാവ് ആസ്ക്ഡ് മെനി പീപ്പിൾ, ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഓക്കെ, എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇരിക്കുക, എങ്ങനെയാണ് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇനി ആ ഫ്ലൈറ്റിൻ്റെ ആ സ്ക്രൂവിൽ പോയാലോ, അങ്ങനെയൊക്കെ എനിക്ക് കുറേ ക്യൂരിയോസിറ്റി ആയിരുന്നു. Until one day I went on a flight. ആ ക്യൂരിയോസിറ്റി ഒക്കെ മാറി കിട്ടി. കുറച്ചൊക്കെ ഒരു ചെറിയൊരു ഫിയർ ഉണ്ടായിരുന്നു കയറിയ സമയത്ത്. ഇങ്ങനെ അതായത് ഇങ്ങനെ മറ്റേ സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രീം, അതായത് ചെറിയ ആഗ്രഹങ്ങളാ, അപ്പം ഇങ്ങനെ ഇത് അക്കംപ്ലിഷ് ആകുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അതായത് ഇവിടെ നിന്നൊരു സാധനം കിട്ടും ജസ്റ്റ് അകത്ത് ഹാർട്ട് ചെയ്ത്, അയ്യോ ഇറ്റ്സ് റിയലി ഗുഡ്. അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങൾ കുറേ ഉണ്ട്. വലുതാകുമ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് എപ്പോഴും സ്കിപ്പാക്കി കളഞ്ഞ് പിന്നെ ആ ഒരു എന്താ പറയുക, ചിലപ്പോൾ ആ ഇമോഷൻസ് പിന്നെ ആ പണ്ടത്തെ പോലെ ആയിരിക്കില്ല. നമുക്ക് ചെയ്യാം എന്നുള്ളത്, ഇതിപ്പോൾ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യണ കാര്യമല്ലേ, അങ്ങനത്തെ സാധനം മാറും, ചിലപ്പോൾ മാറും.
എനിക്ക് മാറുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് അതിനടുക്കളയിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് ആഗ്രഹങ്ങളിൽ ഒന്നാണ് എനിക്ക് നമ്മുടെ വന്ദേ ഭാരതിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. ഓക്കെ, വന്ദേ ഭാരത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനാണ്. ഇറ്റ്സ് എ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓക്കെ അങ്ങനത്തെ ട്രെയിനൊക്കെ നോക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. See, I have always traveled in trains. Yeah, most of us have traveled, right? But we haven't traveled in a എന്താ പറയുക ലക്ഷറി ട്രെയിൻ, റൈറ്റ്? അത്രയും ഒരു എമൗണ്ട് കൊടുത്ത് പോകേണ്ട ഒരു ആവശ്യം നമുക്ക് വരേണ്ടതായിട്ട് എനിക്കറിയില്ല. ചിലവർക്കുണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. എനിക്കതിന് വന്നിട്ടില്ല. അപ്പം എനിക്ക് പക്ഷെ ഇങ്ങനെ ഉള്ളൊരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ചെയ്യണം, പോകണം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഐ എം ഗോയിങ് ഫോർ എ റേസ് ഇൻ ഡൽഹി. ഇതൊരു HCL റേസ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കി വന്നപ്പോൾ ടിക്കറ്റ് എല്ലാവരും ചാർജ് കൂടുതലാണ്. ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ ബാഗ് ഇപ്പോൾ കറണ്ട് ഇല്ല, ബൈക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്. അപ്പോൾ കംഫർട്ടബിൾ എനിക്ക് ട്രെയിനിൽ പോകാനാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രാജധാനി എക്സ്പ്രസ് ഒന്ന് കിടക്കണം. കറക്റ്റ് സമയത്തിനുണ്ടായി അവിടെ ഇറക്കും. 15-ാം തീയതി റേസ് 14-ാം തീയതി അവിടെ പോയി എത്തും. ഒന്നും നോക്കിയില്ല. ഞാൻ കോച്ചിനോട് ചോദിക്കും, കോച്ച് ഇങ്ങനത്തെ സംഭവം ഉണ്ട്, വാട്ട് ഷുഡ് ഐ ഡു? either book the ticket right now or just go on the flight or he said വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യ്, കാരണം ടിക്കറ്റ്സ് എപ്പോഴും പെട്ടെന്ന് കഴിഞ്ഞു പോകും. ബുക്ക് ചെയ്തൊരു ശേഷം നാളെ വൈകിട്ടാണ് 10:30-ക്കാണ് ട്രെയിൻ, രാജധാനി എക്സ്പ്രസ്. എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് ഇത് എങ്ങനെയാണ് ഫീൽ ആവണേന്ന് എനിക്കറിയില്ല. പക്ഷേ രാജധാനി എക്സ്പ്രസ്സിൽ പോകാന്നുള്ളത് മേ ബി ആൾക്കാർ പോയിട്ടുണ്ടാവും, ഞാൻ പോയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വൺ ഓഫ് ദ ചൈൽഡ്ഹുഡ് ഡ്രീംസ് ഗെറ്റിംഗ് അക്കംപ്ലിഷ്ഡ്. യാ, അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അതായത് ഞാൻ ഇപ്പോൾ പോയാലും റേസിന് പോയി വരുന്നു, ചിലപ്പോൾ ബസ്സിലൊക്കെ ആയിരിക്കും പോകണ്ടാവുക. until it's nationals or some other races like HCL. എനിക്ക് ഇത്രയും ലോങ് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത സമയത്ത് ബാംഗ്ലൂർ വരെ പോയാൽ മതി എനിക്ക്. അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും റേസ് ഉണ്ടാവാറ്. ബട്ട് ദിസ് ടൈം ഓപ്പർച്യൂണിറ്റി വന്നു, യൂട്ടിലൈസ് ചെയ്തു, പോകുന്നു. ആൻഡ് ഐ എം എക്സൈറ്റഡ് ആൻഡ് ഐ എം ഹാപ്പി ടു decide this decision to go in the രാജധാനി എക്സ്പ്രസ്. ഇതല്ലേ ശരിക്കും എനിക്ക് ഇത്രയും കൂടി ലൈഫ് മുന്നോട്ട് പോകാൻ എന്നെ തന്നെ ഒരു ഇതാക്കണത്. അതായത് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ, ചെറുപ്പത്തിൽ ആഗ്രഹിച്ചാലും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ആയിട്ടാണ് പലപ്പോഴും കിട്ടുന്ന സാധനങ്ങളായിരിക്കും. പലപ്പോഴും അത് ചാൻസ് കിട്ടിയാൽ പിന്നെ യൂട്ടിലൈസ് ചെയ്തോടെ. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല അല്ലേ? ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ അങ്ങനെ ഒരു സമയമാകുമ്പോൾ ലൈക്ക് when life gets serious, sometimes we will forget the things which we always wanted to do, and later we will be like sitting and regretting, oh, I had this chance, I should have utilized it when I had it, right? പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. വലുതായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യാനത് ഇവിടെ ഇപ്പോഴേ 2-3 രോമൊക്കെ നരച്ചു തുടങ്ങി. 24 വയസ്സായിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എപ്പോഴത്തേക്ക് ചെയ്യാനോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ചാൻസ് ഉണ്ട്. നാളെ ഞാൻ രാജധാനിയിൽ ട്രാവൽ ചെയ്യും. അപ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചു, ജസ്റ്റ് ടു ഷെയർ മൈ ഫീലിങ്സ് അബൌട്ട് ദിസ്. ആൻഡ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ആ ഒരു ലൈക്ക് എക്സ്പെക്ടേഷൻസ് എനിക്കില്ല. ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ഫീൽ ദ എക്സ്പീരിയൻസ്. ദാറ്റ്സ് ഇറ്റ്. ട്രെയിൻ ഫുഡൊക്കെ എപ്പോഴും വളരെ മോശമാണെന്നാണ് ഞാൻ കേട്ടേക്കണത് അനുഭവിച്ചിട്ടുണ്ട്. വളരെ മോശമാണ്. എനിക്ക് മോസ്റ്റ് ഓഫ് ദ ട്രെയിൻസ് ഐ ഹാവ് ട്രാവൽ ദേ പ്രൊവൈഡ് എ ലിറ്റിൽ ബിറ്റ് ഭക്ഷണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ലക്ഷറി ട്രെയിൻ, റൈറ്റ്? അമ്പാനി ഒന്നല്ല, റിച്ച് ഒന്നല്ല, ബട്ട് സ്റ്റിൽ ഓപ്ഷൻ വന്നപ്പോൾ കിട്ടിയപ്പോൾ ചൂസ് ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ നാളെ ട്രാവൽ ചെയ്യുന്നു.
That's it. And let me know in the comments if you have traveled in Rajdhani before and how was your experience. Feel free to share it, and if you are interested in knowing or curious about my life, how it's going to be from now on, I'll be posting my life moments, or I'll be documenting it in the YouTube from now onwards. So yeah, subscribe for more videos. Okay, okay, bye.